ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വി എൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് കേട്ടോ. പോത്തുണ്ടി ഡാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നെല്ലിയാമ്പതിയുടെ എൻട്രൻസ് വരുന്നത്. നെല്ലിയാമ്പതിയുടെ കവാടം എന്നാണ് പോത്തുണ്ടി ഡാം അറിയപ്പെടുന്നത്. പിന്നെ നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ നെല്ലിയാമ്പതി ട്രിപ്പ് പോയത് നല്ല മഴക്കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞും നല്ലൊരു തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിയുടെ ഒരു ടൗണൊക്കെ ഒന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് എത്തി. അവിടെ ധാരാളം തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു സ്കൂൾ പോലത്തെ എന്തോ ഒരു കെട്ടിടം ഉണ്ട് അവിടെ. അത് സ്കൂളാണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ തേയിലത്തോട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളും ഒക്കെ കണ്ട് നല്ല എന്താണെന്ന് പറയില്ല, നല്ലൊരു ഫ്രഷ് ഫീല്, നല്ലൊരു ഗുഡ് മൈൻഡ് നമുക്കവിടെ കിട്ടും ആ ഒരു ക്ലൈമറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഉച്ചയൂണിൻ്റെ സമയമായി. ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഹോട്ടലിലേക്കാണ് കേട്ടോ. ഊണ് കഴിക്കാനാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കുറച്ച് കാട്ടുപന്നിനൊക്കെ കണ്ടു. കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഇത്ര ആളുകൾ വരുന്നുണ്ട്, ഊണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് മീൻ വറുത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഊണ് അവിടെ സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെന്നപ്പോൾ ഏതാണ്ട് 2 മണി 2:30 ആയി. അതുകൊണ്ട് ഊണിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ഊണ് കരുതിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഭക്ഷണം അവർ ശരിയാക്കി വയ്ക്കും കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഹോം സ്റ്റേയുടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അവരുടെ ഫോൺ നമ്പറും ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഒരു ബെഡ്റൂമാണ്, 2 റൂംസ് ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ 2 റൂംസ് ഉണ്ട്. അതിൽ 3 മുതൽ 6 പേര് സ്റ്റേ ചെയ്യാം. അതിൽ ഒരു റൂം 1500. ടോട്ടൽ 15 കൊടുക്കുന്നു. ഓക്കെ, ശരി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലെത്തി. അവിടെയും ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ സീതാർകുണ്ട് എത്തി. അവിടെ റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. നല്ല കുണ്ടും കുഴിലൊക്കെ ആയിട്ട് നിറഞ്ഞ് ഒരു വളരെ മോശം റോഡാണ്. അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ കുറച്ച് വിസിറ്റേഴ്സിന് കുറച്ച് ഇൻഫർമേഷൻ നൽകുന്ന കുറച്ചൊരു ബോർഡ് കണ്ടു കേട്ടോ. അവിടെ സെൽഫി എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാനിതിക്ക് മുമ്പ് ഏകദേശം ഒരു 10 വർഷത്തോളം അടുത്തായി ഞാൻ ഇതിക്ക് മുമ്പ് ഈ വ്യൂ പോയിൻ്റ് കാണാൻ വന്നിട്ടുണ്ട്. അന്ന് ഈ സമയത്ത് ഇവിടെ കമ്പിയിലൊന്നും ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ദൂരം നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ കമ്പിയിലേക്ക് ഇട്ട് തിരിച്ച് വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് നിന്ന് കാണാനും ഒക്കെ ഉള്ള സൗകര്യം ഇപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പല അപകട മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കമ്പിയിലേക്ക് ഇട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നെല്ലിയാമ്പതി ട്രിപ്പിൽ ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ജീപ്പ് സഫാരിയൊക്കെ കണ്ടു. പിന്നെ ഞാനൊരു നമ്പർ തരാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവിടെ ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കൊക്കെ ഉള്ള റൂമും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം. അങ്ങനെ എൻ്റെ ഈ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഇൻഫർമേഷൻ തരുന്ന വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു.